ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ യാത്ര നമ്മൾ എവിടേക്കാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവിടെ ഒരു ടോംബ് കാണുന്നുണ്ടോയെന്ന് കണ്ടോ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുകൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പിടികിട്ടിയിട്ടുണ്ടാവും നമ്മളിന്ന് എവിടേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ആഗ്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ ഒന്ന് കണ്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി ഒരു 5 മണി സമയത്താണ് നമ്മൾ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഇവിടുത്തെ എന്തോ കലാപരിപാടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ രാവിലെ നേരത്തെ തന്നെ 4:45 സമയത്ത് തന്നെ ഞാൻ എണീറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി സമയത്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 5:10 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. കുറച്ച് നേരം വേണ്ടി വന്നു കേട്ടോ. ഒരു 5:30 തോന്നുന്നു അവിടെ തുറക്കുക. എനിക്ക് 3 മാസം മുന്നാണ് പോയത്. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. അപ്പോഴേക്കും ഈ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അവിടെ. അതായത് നേരം വെളുത്തിട്ടുണ്ടാവും എന്നാൽ പുലർച്ചെയാണ് എന്നുള്ളൊരിത്. അപ്പോൾ അവിടെ ഒരു ടോംബ് കണ്ടു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മിസ്സാക്കരുത്. എപ്പോഴെങ്കിലും ഒരു തവണ നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ താജ്മഹലൊക്കെ. കാരണം നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. പക്ഷേ കുറേ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ കാണണം എന്നുള്ളത്. അപ്പോൾ ഈ വാതിൽ ഇത് തുറന്നിട്ടിട്ടുണ്ടാവും. നമ്മൾ വേറൊരു ഒരു ഗേറ്റിലൂടെയാണ് കയറുക. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ പൊന്നു സാറേ, ഞാൻ എങ്ങനെയാണ് പറഞ്ഞിരണ്ടേന്ന് എനിക്കറിയില്ല. ആ ഒരു ഫീല്, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണല്ലോ. നമ്മൾ ഒരു ഡയലോഗ് പറയില്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണല്ലോ. അപ്പം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയാലും പക്ഷെ അതിനൊരു ഭംഗിയുള്ളൊരു മൊമെൻ്റ് തന്നെ ആയിട്ട് അതങ്ങനെ ആയിട്ടേ ക്രിയേറ്റ് ആവുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞാൻ എന്താ ഇത്ര ഓവറായിട്ട് സംസാരിക്കണേന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇതെൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ അത്രയ്ക്കധികം ആഗ്രഹിച്ചിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. എന്താ പറയുക, ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം നമ്മുടെ ഹിസ്റ്ററി ബുക്കിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ സോഷ്യൽ ബുക്കിൽ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളിലും ഇതിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു അത്ഭുത ശില്പം പോലെ ഒരു സ്ഥലം, അത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ തൊട്ടടുത്ത് അത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു ആ ഒരു മൊമെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആരോടും പറയാറുള്ളൂ. ഇപ്പം ഞാൻ നേരിട്ട് തന്നെ പരിചയമുള്ള ആരാണെങ്കിലും അവരോടടക്കം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പറയാറുള്ളൂ കേട്ടോ. കാരണം അത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു മൊമെൻ്റ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതൊരു ബെസ്റ്റ് മൊമെൻറ്റ്സ് തന്നെയായിരുന്നു, പ്രഷ്യസ് മൊമെൻറ്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു താജ്മഹൽ എന്തായാലും എനിക്ക് കാണണം. കാരണം അത്രയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കയറുന്ന സമയത്ത് തന്നെ നമ്മളോട് കുറേ പിള്ളേർ ബാർഗെയിൻ ചെയ്തിട്ട് വരും. കാലുമിടാനുള്ള ചെരുപ്പ് വെക്കാനുള്ള കവർ വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അവർക്കൊന്നും നമ്മൾ മുഖം കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടേക്ക് കയറുമ്പോൾ നമ്മൾ എക്സ്ട്രാ 250 റുപ്പീസ് ഇവിടെ സൈഡിൽ തന്നെ ഒരു ഗേറ്റിൽ പേ ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ടോംബിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചെരുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെരുപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു കവറിട്ട് തരികയാണ് ചെയ്യുക. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കവർ ഊരിയിട്ട് അവിടെ ഒരു ബക്കറ്റ് ഇത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലിടാം. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഫോട്ടോ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിറങ്ങി ഒരു എന്താ പറയുക, വെണ്ണക്കല്ല് തീർത്തിട്ടുള്ളൊരു ശില്പം, ഒരു വൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, അവർ എങ്ങനെയാണ് ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒരു അത്ഭുതം മെയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് അത്ഭുതം എന്നൊക്കെ വിളിക്കുന്നത്.
ലോകാത്ഭുതങ്ങളിലൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന എത്ര പേർക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. ഞാനത് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ബാർഗെയിൻ ചെയ്ത് വരുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഷൂ നമുക്ക് തന്നെ വെക്കാനുള്ളൊരു ഫ്രീ ആയിട്ടൊരു കവറിങ് ഇത് നമുക്ക് കിട്ടും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വരും. പക്ഷെ അവരിനൊന്നും നമ്മൾ അടുപ്പിക്കണ്ട. ഹിസ്റ്ററി ഒക്കെ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ കിട്ടാവുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ബൈ ബൈ പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാരണം ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയ, കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ മുഖത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റ് കടന്ന്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയി. അടുത്തൊരു വീഡിയോ ഞാൻ ആഗ്ര ഫുഡിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ എന്തായാലും വരാം കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ എന്താ പറയുക, ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ എൻ്റെ പ്രചോദനം. അത് ഇനിയും തരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.